സ്നേഹമുള്ളവരെ, അസാധാരണമായ അനുഭവങ്ങളാലും അപൂർവമായ അത്ഭുതങ്ങളാലും വേറിട്ട് നിൽക്കുന്നതാണ് യേശുവിൻ്റെ ജനനവും അവിടുത്തെ ബാല്യകൗമാരങ്ങളും. അത്ഭുതകരമായ ജനനം, അതിനേക്കാൾ അത്ഭുതകരമായ ഈജിപ്തിലേക്കുള്ള രക്ഷപ്പെടൽ, തുടർന്ന് നസറത്തിലേക്കുള്ള വരവ്, അവിടെയുള്ള ജീവിതം, ഇതെല്ലാം യേശുവിൻ്റെ ജനനത്തിനും കൗമാരത്തിനും ബാല്യത്തിനുമൊക്കെ അഭൂതപൂർവമായിട്ടുള്ള ഒരു നിറം ചാർത്തുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാലും പ്രവൃത്തികളാലും യേശുവിൻ്റെ ജീവിതം കൊണ്ടുപോകാൻ ദൈവം നിശ്ചയിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ വ്യക്തിത്വത്തിലേക്ക് തന്നെ വെളിച്ചം വീശുക എന്നുള്ളതായിരുന്നു. ഓരോ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും യേശു ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ കുറേയേറെ ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആദ്യമായിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് മാലാഖ മറിയത്തിനാണ്. അവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അതായത് അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവ്, ദൈവത്തിൻ്റെ പുത്രൻ, പരിശുദ്ധൻ എന്നിങ്ങനെയുള്ളവനാണ് ജനിക്കാൻ പോകുന്നത്. തുടർന്ന് എലിസബത്ത് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എവിടെ നിന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ കർത്താവാണ്, എൻ്റെ കർത്താവാണ് എന്നുള്ള ഒരു വാക്കിലാണ് യേശുവിനെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പരിചയപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖമാർ ആട്ടിടയന്മാരോട് സംസാരിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു, അവൻ രക്ഷകനാണ് എന്നുള്ള ഒരു വാക്ക്. ഇനി യേശുപിതാവ് യേശുവിന് യേശുവെന്ന് പേരിടുമ്പോൾ രക്ഷകൻ എന്നാണ് എൻ്റെ അർത്ഥം. ദൈവം നമ്മളെ രക്ഷിക്കുന്നു, അവൻ രക്ഷകനാണ് എന്നുള്ള ഒരു കാര്യം വീണ്ടും പറയുകയാണ്. യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെല്ലുമ്പോൾ ശെമയോൻ പറയുന്ന കാര്യം, ഇവൻ വിജാതിയർക്കുള്ള വെളിപാടും ഇസ്രായേലിൻ്റെ മഹിമയുമാണ് എന്നാണ്. ഇങ്ങനെ പലതരത്തിൽ പൂജരാജാക്കന്മാർ പരിചയപ്പെടുത്തുന്നത് അവർ കൊടുക്കുന്ന സമ്മാനങ്ങളിലൂടെയാണ്. പൊന്നും മീറയും കുന്തിരിക്കവും കൊടുക്കുമ്പോൾ അവൻ രാജാവാണെന്നും പ്രവാചകനാണെന്നും പുരോഹിതനാണെന്നും പറഞ്ഞുറപ്പിക്കുകയാണ്. അവൻ്റെ ദൗത്യവും അതോടൊപ്പം തന്നെ വെളിവാക്കപ്പെടുകയാണ്. രക്ഷകനാണ്, ദൈവപുത്രനാണ്, അതിരില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവാണ്, നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് പിറന്നവനാണ്, വിജാതിയരുടെ വെളിപാടാണ്, ഇസ്രായേലിൻ്റെ മഹിമയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് സുവിശേഷകൻ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനമായിട്ടാണ് യേശു തൻ്റെ അധരങ്ങൾ തുറക്കുന്നത്. യേശുവിൻ്റെ അധരക്കഥകളിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന വാക്ക് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. യേശു ആദ്യമായിട്ട് പറയുന്ന ബൈബിളിലെ വാചകം അതാണ്, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കണം. രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, താൻ ആരാണ്? എൻ്റെ പിതാവ്, അത് ദൈവമാണ്, അതായത് അവൻ ദൈവപുത്രനാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവൻ്റെ ദൗത്യം എന്താണ്? ദൗത്യം ഈ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതാണ് താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണ് എന്നും ആദ്യമായിട്ട് യേശുവിനാൽ തന്നെ വെളിവാക്കപ്പെടുന്ന അവസരമാണ് യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന സമയം. ഇത് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കണം, നമ്മുടെ ദൗത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. ആരാണെന്ന് കണ്ടെത്തുക, ദൗത്യം എന്താണ് എന്ന് കണ്ടെത്തുക. യേശുവിന് എങ്ങനെയാണത് കണ്ടെത്താൻ പറ്റിയത് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്താവിഷയവും. ഒന്നാമതായിട്ട് പറയും, പതിവ് പോലെ അവൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ പോയിരുന്നു. യേശുവും തീർച്ചയായിട്ടും ആ കൂടെ ദേവാലയത്തിൽ പോയിട്ടുണ്ടാകും. സ്ത്രീകൾ ദേവാലയത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല, എന്നിട്ട് പോലും പരിശുദ്ധ കന്യകാമറിയവും ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. പതിവ് പോലെ എന്നുള്ള വാക്കാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ദേവാലയത്തിൽ സ്ഥിരമായിട്ട് പോകുന്നവരാണോ
എല്ലാ ഞായറാഴ്ചയും പോകുന്നവരാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വല്ലപ്പോഴും ഒക്കെ സമയവും സൗകര്യമൊക്കെ കിട്ടുമ്പോഴാണോ, അതോ എല്ലാ ഞായറാഴ്ചയും പതിവ് പോലെ ദേവാലയത്തിൽ പോകുന്നുണ്ടോ? പതിവ് അനുസരിച്ച് എന്നുള്ള വാക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സഭയ്ക്കും നമ്മുടെ ഇടവകയ്ക്കും നമ്മളിലൊക്കെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വിശ്വാസ പ്രതിസന്ധി എന്നുള്ളത് കർത്താവിൻ്റെ ദിവസത്തെ പറ്റിയിട്ടുള്ള ബോധ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു സെൻസ് ഓഫ് സേക്രഡ്നെസ്, വിശുദ്ധിയെ പറ്റിയിട്ടുള്ള ഒരു വിചാരം, അത് വിശുദ്ധ സ്ഥലങ്ങളെപ്പറ്റി, വിശുദ്ധ ദിവസങ്ങളെപ്പറ്റി, വിശുദ്ധിയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പറ്റിയിട്ട് ഉള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവാനുഭവം ഇല്ലാതെ പോകുന്നതും പല തർക്കങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതും അങ്ങനെയാണ്. വിശുദ്ധമായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന, പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സമയം ഒന്നാമത് നമ്മുടെ വീടുകളിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയമാണ്. സന്ധ്യാസമയത്ത് ദൈവം ഉലാത്താനിറങ്ങി എന്ന് നമ്മൾ പഴയ നിയമത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അതായത് ദൈവം ഇറങ്ങി വരുന്ന ഒരു സമയം, സായങ്കാലം, അത് നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകളുടെ സമയം. ആ സമയം അതിനു വേണ്ടിയിട്ട് ദേവാലയത്തിൽ ആയിരിക്കേണ്ട സമയം എല്ലാ ഞായറാഴ്ചയും കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുക. ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സമയം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയം നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമയം നമുക്ക് ഇത്രമാത്രം ഒരു ആഴ്ചയിൽ തന്നിരുന്ന 7 ദിവസത്തിൽ ഒരു ദിവസം കിട്ടുന്ന 24 മണിക്കൂറിൽ അരമണിക്കൂർ ഇത് ദൈവത്തിന് കൊടുക്കുമ്പോഴാണ്, പതിവ് പോലെ കൊടുക്കുമ്പോൾ, വല്ലപ്പോഴും അല്ല എപ്പോഴും കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വ്യക്തിത്വം എന്താണ് എന്ന് മനസ്സിലാവുന്നത്. രണ്ടാമതായിട്ട് അവൻ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ യേശു ദേവാലയത്തെ കണ്ടിരുന്നത് തൻ്റെ പിതാവിൻ്റെ ഭവനമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ദേവാലയം ശുദ്ധീകരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നത്. അതായത് അവൻ്റെ വീട് തന്നെയായിരുന്നു ദേവാലയം. വീടിൻ്റെ അത്രമാത്രം അവന് ദേവാലയവുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു, പരിചയവും ഉണ്ടായിരുന്നു. ദേവാലയം നമുക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ ഒരു വീട് പോലെ, നമ്മുടെ വീട് പോലെ പരിചയമുള്ള സ്ഥലമാണോ? നമ്മുടെ വീട് പോലെ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണോ? നമ്മുടെ വീട് പോലെ തന്നെ നമുക്ക് ആഭിമുഖ്യമുള്ള, മമതയുള്ള സ്ഥലമാണോ ദേവാലയം? അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ദേവാലയം നമ്മുടെ വീട് പോലെയല്ല, വീടിനേക്കാൾ കൂടുതൽ നമുക്ക് മമത, എൻ്റെത്, എൻ്റെ പിതാവിൻ്റെത്, എൻ്റെ പൈതൃകമായിട്ടുള്ള സ്വത്ത്, എനിക്കുള്ളത് എന്നുള്ള ഒരു ചിന്ത ദേവാലയത്തെപ്പറ്റി നമുക്കുണ്ടാകണം, നമ്മുടെ കുട്ടികൾക്കുണ്ടാകണം. മാത്രവുമല്ല, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ദേവാലയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മാത്രവുമല്ല, നമ്മൾ എവിടേക്കാണ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വരുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയവും യോസേപ്പിതാവും തൻ്റെ കുഞ്ഞിനെ കാണാതാകുന്ന അവസരത്തിൽ അവരാദ്യം അന്വേഷിക്കുന്നത് പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും ഇടയിലാണ്. അവിടെ അല്ലായിരുന്നു അവർ അന്വേഷിക്കേണ്ടിയിരുന്നത്. പിന്നെയോ അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പം ദേവാലയത്തിലേക്കാണ് വരേണ്ടിയിരുന്നത്. അതിനുശേഷം അവർ ദേവാലയത്തിൽ വരുന്നുണ്ട്. ദേവാലയത്തിൽ വരുമ്പോൾ യേശുവിനോട് കണ്ടെത്തുകയും ചെയ്യുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും മക്കളെ പറ്റിയിട്ടുള്ള ആകുലതകൾ ഉണ്ടാകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത്, നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരില്ല എന്ന് തോന്നുമ്പോൾ, ദൈവം പോലും കൂടെയില്ല എന്ന് തോന്നുമ്പോൾ, യോസേപ്പിതാവും മാതാവും വന്നതുപോലെ നമ്മൾ കടന്നു വരേണ്ട ഇടം ദേവാലയമാണ്. ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, ദേവാലയത്തിൽ അന്വേഷിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. യേശുവിനെ സത്യത്തിൽ നഷ്ടപ്പെട്ടതല്ല, അന്വേഷിക്കേണ്ടടുത്ത് അവർ അന്വേഷിക്കാതെ പോയി എന്നുള്ള ഒരു തെറ്റ് യോസേപ്പിതാവിനും മാതാവിനും സംഭവിച്ചിട്ടുണ്ട്. യേശുവിനെ അന്വേഷിക്കേണ്ടത് ദേവാലയത്തിലായിരുന്നു. പക്ഷേ അവർ ബന്ധുജനങ്ങളുടെ ഇടയിൽ, അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അന്വേഷിച്ചതാണ് അവർക്ക് തെറ്റിയ പറ്റ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട കാര്യം
ദേവാലയവുമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുക, പതിവായിട്ട് ദേവാലയത്തിൽ പോവുക, ദേവാലയത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുക, നമ്മൾ ആരാണ് എന്നും നമ്മുടെ ദൗത്യം എന്താണെന്നും തിരിച്ചറിയുക. ഈ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി ഈ സമാധാനം തേടിയുള്ള യാത്രയിൽ തുടരാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.